നമ്മൾ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയോടൊപ്പമാണ്. ആനി രാജ പ്രചരണത്തിനിടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. ആ തിരക്കിനിടയിൽ നമ്മളോട് അല്പനേരം പങ്കുവെക്കുകയാണ്. ഈ മുമ്പുള്ള വയനാട്ടിലെ മത്സരം പോലല്ല, കഴിഞ്ഞ തവണത്തെ മത്സരം പോലെ ഇത്തവണ രണ്ട് ദേശീയ നേതാക്കന്മാർ തമ്മിലാണ് ഇവിടെ LDFൻ്റെയും UDFൻ്റെയും പേരിൽ ഏറ്റുമുട്ടുന്നത്. അതും കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്നവർ ഇവിടെ ഏറ്റുമുട്ടുന്നുവെന്ന് രാഷ്ട്രീയ എതിരാളികൾ മറ്റുള്ളിടത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വോട്ടർമാരിലൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാനാണ്. കഴിഞ്ഞ തവണ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ടതാണ്. ആ വിജയിപ്പിച്ചു വിട്ട ആ ജനപ്രതിനിധി കഴിഞ്ഞ തവണ വോട്ടഭ്യർത്ഥിക്കുന്നതിന് വന്ന് റോഡ് ഷോ നടത്തിയപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് 2 ദിവസം മുന്നേ നടത്തിയ റോഡ് ഷോയിലും പറഞ്ഞത്. ആ വിഷയം തന്നെയാണ് ജനങ്ങൾ എന്നോട് പറയുന്നത്. നിങ്ങൾ മഴയെപ്പോലെ ആകുമോയെന്നാണ് ചോദ്യം, നേരിട്ടുള്ള ചോദ്യമാണ്. ഇന്ന് രാവിലത്തെ 2ാമത്തെ പോയിന്റിൽ പറഞ്ഞ നിങ്ങളും മൂട്ടിലെ പൊടി തട്ടി പോവുമോ എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരെന്നെ കണ്ടിട്ടില്ല, നേരിൽ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അവരിങ്ങനെ കുറേ കാലമായി കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരാളിങ്ങനെ വന്നതുപോലെയാണ് അവരുടെ ഒരു ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവർത്തനം, എൻ്റെ പൊതുജീവിതം ഇവിടുത്തെ എൻ്റെ വോട്ടർമാരുടെ മുന്നിൽ അത് നേരത്തെ ഉണ്ട്. അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം. അത് ഒരു വലിയ പോസിറ്റീവായിട്ട്. മുസ്ലിം ലീഗിൻ്റെ കൊടി പോലും ഉയർത്തിപ്പിടിക്കാൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണമെന്ന് ലീഗുകാരായ അല്ലെങ്കിൽ ലീഗിന് വോട്ട് ചെയ്യുന്ന അവരുടെ വോട്ട് ബാങ്ക്, അവരുടെ കാച്ച്മെൻറ്റ് ഏരിയ ചിന്തിച്ചാൽ അതിനകത്ത് തെറ്റ് പറയാൻ പറ്റുമോ? അല്ല, അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നല്ല പറയേണ്ടത്. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ തവണ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോഴാണ് എല്ലാവരും കൊടി പിടിച്ചു, മുസ്ലിം ലീഗും അതിൻ്റെ കൊടി പിടിച്ചു. അങ്ങനെ പോയപ്പോഴാണ് BJP അതിനെ ഉപയോഗിച്ചത് എന്നവർ പറയുന്നു. BJP അതിന് വടക്കേന്ത്യയിൽ ഒരു പ്രചാരണം അഴിച്ചിരുന്നു, പാകിസ്ഥാൻ്റെ കൂടിയാണെന്ന് പറഞ്ഞു. ആ പ്രചാരണം ഇത്തവണ ഉണ്ടാകരുതെന്നുള്ള ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ്, മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ മുസ്ലിം ലീഗിനോട് പറഞ്ഞ് നിങ്ങൾ കൊടി പിടിക്കില്ല, നിങ്ങൾക്ക് കരച്ചിൽ വരണ്ട, അതുകൊണ്ട് ഞങ്ങളും കൊടി പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൊടി പിടിക്കാതിരുന്നു. അപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല, ഫാസിസം ഇതിനെതിരായി പ്രചാരണം നടത്തും, അതുകൊണ്ട് 10 വോട്ട് 2 സീറ്റ് കുറഞ്ഞു പോകും എന്ന് ഫാസിസത്തെ ഭയന്നിട്ടാണ് ആ കൊടി, തങ്ങളുടെ കൊടി മാത്രമല്ല അടിയറ വെച്ചത്, മുസ്ലിം ലീഗിനെ നിർബന്ധിച്ചു. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഉള്ളിൽ മനസ്സിൽ നെരുപ്പോട് കോരിയിട്ടുകൊണ്ടാണ് ഇന്ന് സംഘപരിവാർ ഫാസിസമ്മയുടെ ഭരണം നടത്തുന്നത്. ആ മുസ്ലിം ലീഗിനോടാണ് പറയുന്നത് നിങ്ങൾ കൊടി പിടിക്കണ്ടെന്ന് പറഞ്ഞ് ആ സ്വന്തം കൊടിയെ അടിയറ വെക്കുക മാത്രമല്ല, മുസ്ലിം ലീഗിനെ കൊണ്ടുകൂടി ആ കൊടി, അവരുടെ കൊടി, മുസ്ലിം ലീഗിൻ്റെ കൊടി സംഘപരിവാർ ഫാസിസത്തിന് അടിയറ വെപ്പിച്ച കോൺഗ്രസ്സാണ്. അപ്പോൾ സ്വാഭാവികം ഏത് പാർട്ടിക്കും, അത് പാർട്ടി ഏതവിടെ എത്ര ചെറുതോ വലുത്, എന്തിനേറെ ഞങ്ങൾ മഹിളാ സംഘടനകൾ, ഞങ്ങൾ സംയുക്തമായി ഡൽഹിയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ എന്താ അവിടെ ചില സിവിൽ സൊസൈറ്റി സംഘടന, അവർക്ക് വലിയ എന്താണ് ഞങ്ങളുടെ NFIW പോലെ മഹിളാ അസോസിയേഷനെ പോലെയൊന്നും വലിയ കേഡർ ബേസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് അവർ നിങ്ങൾ കൊടി പിടിക്കണ്ട എന്ന് പറയും. പക്ഷെ ഞങ്ങൾ രണ്ടും അതിനുവേണ്ടി കൊടി പിടിക്കും, കാരണം ഇതില്ലാതെ ഞങ്ങളുടെ പോരാട്ടമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് പാർട്ടിയെ സംബന്ധിച്ചും അവരുടെ പോരാട്ടത്തിലൊന്ന് ഉറച്ചു നിൽക്കുമ്പോൾ, പോരാട്ട ഭൂമിയിൽ എതിരാളിയോട് ഏറ്റു നിൽക്കുമ്പോൾ ഈ കൊടിയാണ് ഉയർത്തി, ആ കൊടിയാണ് ആവേശം തരുന്നത്. അങ്ങനെ ആവേശം തരുന്ന ആ കൊടി അതില്ലെങ്കിൽ പിന്നെ പിന്നെന്തുണ്ട്? അതാണ് തീർച്ചയായും കൊടി അടയാളമാണ്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ആ പ്രതീക്ഷയിൽ ആണ് ആനി രാജ നീങ്ങുന്നത്. ആനി രാജ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിനിടയിൽ ഒന്ന് വിശ്രമിക്കാൻ സമയം കിട്ടുന്നത്. അവിടെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. എന്തായാലും പ്രേക്ഷകരോട് സംവദിക്കാനുള്ള മാക്സിമം സമയം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രചരണ ഘട്ടത്തിലേക്ക് പോകാം.